മരീചിക നിധിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ എന്തിനെങ്കിലും കാര്യങ്ങൾക്ക് താമസിച്ചു പോയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ നേരത്തെ പോയിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്ത് പല സ്ഥലത്തും നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ആ കാര്യം സാധിച്ചുകൊണ്ട് പോരാൻ പറ്റത്തില്ല. നമ്മൾ നിശ്ചയിക്കുന്ന സമയമായിരിക്കില്ല. അന്നെങ്കിൽ അത് സ്വല്പം നേരത്തെ ആയിപ്പോവും, ഇല്ലെങ്കിൽ അത് സ്വല്പം താമസിച്ചു പോകും. ഇനി താമസിച്ച് പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൂട്ടുകാരൻ വണ്ടിയും കൊണ്ട് വന്നിട്ട് വാടാ പോകാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വരും. ബസ്സിനെ കാത്തു നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ എത്തിയാലും ചിലപ്പോൾ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ താമസം വരും. അപ്പോൾ ഇതിനെ ഈ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു അജ്ഞാതമായ സംഭവം പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സർവ ചരാചരങ്ങളും പെരുമാറ്റം എന്നുള്ളതാണ്. ഒരിക്കലല്ല, നമ്മുടെ രാമായണത്തിലെ ഒരു കഥ തന്നെ നമുക്ക് പറയാം. സീതയെ അന്വേഷിച്ച് ആഞ്ജനേയൻ വാനരന്മാരും വാനരപ്പടയുമൊക്കെ സീതയെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ രാമേശ്വരം ഭാഗത്തെത്തിയപ്പോൾ ഈ സീത ഇന്ന ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത് ജടായുവിൻ്റെ ചേട്ടനായിരിക്കുന്ന പക്ഷി സമ്പാദിക്കിൽ നിന്ന് കേട്ടറിഞ്ഞ് ആ ദക്ഷിണ പ്രദേശത്തിലേക്കാണ്, ദക്ഷിണപ്രദേശം തെക്ക് ഭാഗത്തിലേക്കാണ് ഈ രഥം, ആകാശ രഥം, പുഷ്പക വിമാനം പോയത് എന്ന് അറിയിക്കുകയാണ്. അതിനുശേഷം ആ പക്ഷി അവിടെ തന്നെ പിടഞ്ഞ് മരിക്കുകയാണ്, ഈ ഒരു ദൂത് അറിയിച്ചതിന് ശേഷം. കാരണം അതിന് വേറെ കഥയുണ്ട്. അപ്പോൾ അത് അക്കരയ്ക്ക് ചാടിക്കടന്നു പോയി ഈ സീതയെ ഇത് അറിയിക്കുവാനായിട്ട് നമുക്കറിയാം, മുദ്രമോതിരം, ശ്രീരാമൻ്റെ കയ്യിൽ കണ്ട മുദ്രമോതിരം. ശ്രീരാമൻ ഈ സീതാദേവി ഹനുമാനെ കണ്ടിട്ടില്ല നേരത്തെ. വനത്തിൽ വെച്ചുള്ള ഒത്തുചേരലാണ്, സഖ്യത്തിലാണ്, അല്ലെങ്കിൽ കൂട്ടുചേരലാണ് ഹനുമാനെ കണ്ട് മുട്ടുന്നത് ശ്രീരാമൻ. അപ്പം ശ്രീരാമൻ്റെ മോതിരമൊക്കെ കൊടുത്ത് സീതയുടെ അടുത്തേക്ക് ഈ പാലം പണിത് ഞങ്ങളങ്ങോട്ട് വരികയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ഏതായാലും ഹനുമാന് ഭയങ്കര ശക്തനാണല്ലോ, അതുകൊണ്ട് എല്ലാവരും തിരഞ്ഞെടുത്തു. ജാമ്പവാൻ മുതലുള്ള ആൾക്കാർ തിരഞ്ഞെടുത്ത് ഇവിടെ നിന്ന് ഒറ്റച്ചാട്ടത്തിന് ലങ്കയിലെത്തണം. ഹനുമാൻ ഒരു കുഴപ്പമുണ്ട്, ഗുരുകുലത്തിൽ വെച്ച് ശാപം കിട്ടിയിട്ടുണ്ട്. വാനരനാണല്ലോ, വാനരനെങ്ങും അടങ്ങിയിരിക്കുകയില്ല. പുള്ളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം തല്ലി തകർത്ത് നശിപ്പിച്ച് ഒക്കെ വന്നപ്പോഴത്തേന് ഗുരുവിനും ശല്യമായി കഴിയുമ്പോൾ ഗുരു ശപിച്ചു, നിൻ്റെ ശക്തിയും നീ മറന്നു പോകട്ടെ, നിന്നെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രം. ശാപമോഷം കൊടുത്ത് നിന്നെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ നിനക്ക് ശക്തി ഉണ്ടാകും, ശക്തിയെക്കുറിച്ച് നിനക്ക് ചിന്ത വരുള്ളൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഹനുമാനെ നമ്മൾ ആ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളാണ് വലിയ ആൾ, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ഇവിടുന്ന് ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചാടിക്കടന്ന് ഈ ശക്തിയൊക്കെ ആർജിച്ച് അവരുടെ ഉപദേശവും സന്തോഷമായ യാത്രയപ്പോൾ അവിടെ ചെന്ന് സീതയെ കണ്ടു. സീതയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെറിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. അവിടെ എല്ലാം തല്ലി തകർത്ത് പുഷ്പകവനമൊക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവരെല്ലാം കൂടെ പിടിച്ചു കെട്ടി. മേഘനാഥൻ, അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ പുത്രൻ്റെ അസ്ത്രത്താരൊക്കെ മോഹവലയത്തിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മയക്കുവെടി വെക്കുന്ന പോലത്തെ സംഭവം. അങ്ങനെയൊക്കെ ചെയ്ത് ഇയാളെ പിടികൂടി.
ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉള്ള ആളാണ് മേഘനാഥൻ. ഏതായാലും അതിന് വശംവദനായി. ഹനുമാനെ അങ്ങനെയൊന്നും പിടിച്ചു കെട്ടാൻ പറ്റുന്ന ആളല്ലെങ്കിൽ പോലും അതിനൊക്കെ വശംവദനായി. അദ്ദേഹം കൊട്ടാരത്തിനകത്തുനിന്ന് കയറി പറ്റണമല്ലോ, ചുമ്മാ ചെന്ന് കൊട്ടാരത്തിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ രാവണൻ്റെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിൻ്റെ വാലിലെല്ലാം തീയെല്ലാം വെച്ച് പന്തമൊക്കെ ചുറ്റി തുണിയൊക്കെ ചുറ്റി അവിടെ ഉണ്ടായിരുന്ന തൈലങ്ങളൊക്കെ ഒഴിച്ച് വാലിന് തീ കൊടുത്തു. ദൂതനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും ഇവൻ നമ്മുടെ വനങ്ങളൊക്കെ, യുദ്ധത്തിൻ്റെ ദൂതനല്ലല്ലോ, വനം നമ്മുടെ ഈ വൃന്ദാവനം പോലെ മനോഹരമായിരിക്കുന്ന പൂന്തോട്ടങ്ങളൊക്കെ തല്ലി തകർത്തുകൊണ്ട് ഇവന് ഒരു ശിക്ഷ കൊടുക്കണമല്ലോ. അപ്പം വാനരന് വാലാണല്ലോ അവൻ്റെ പ്രധാനം. വാലുള്ളവയ്ക്കൊക്കെ വാലിലാണ് പ്രാധാന്യം, വാലിലാണ് അവൻ്റെ നട്ടലെന്ന് പറയുന്ന ശക്തി. അപ്പോൾ അവൻ്റെ വാലിന് തന്നെ തീ വെച്ച് ഇങ്ങോട്ടേക്കാം. അവിടെ ഉണ്ടായിരുന്ന തുണികളൊക്കെ കഴിവതും ചുറ്റിക്കഴിഞ്ഞ് ഇവനെ ചുറ്റിയിട്ടും വാലിൻ്റെ നീളത്തിൽ തീരുന്നില്ല. പിന്നെ പരമാവധി ചുറ്റി ഉണ്ടായിരുന്ന തൈലങ്ങളൊക്കെ ഒഴിച്ചു. ആ തൈലവും തീരാതെ വന്നപ്പോഴത്തേക്കിന് അവിടെ ഉണ്ടായിരുന്ന കുഴമ്പ് പോലെയുള്ള തൈലങ്ങൾ എന്ന് വെച്ചാൽ ഈ നമുക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന തൈലങ്ങൾ വരെ ഒഴിച്ചാണ് കത്തിച്ചത് എന്നാണ്. അങ്ങനെ തീ കൊടുത്തു കഴിഞ്ഞപ്പോഴേ പുള്ളി എന്നായത്, വായു പുത്രനാണല്ലോ, ആകാശത്തിലൂടെയൊക്കെ സഞ്ചരിക്കുക. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിന് മുഴുവൻ തീ കൊടുത്തു. തടികളും മറ്റുമൊക്കെ ആയിട്ട് പണിതേക്കുന്ന കൊട്ടാരങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായി. അവിടെ മുഴുവൻ തല്ലി തകർത്തുകൊണ്ട് അക്കരയ്ക്ക് ചാടി തിരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോഴത്തേന് ഒത്തിരി വൈകിപ്പോയി. ഇവനെ പിടിച്ചു കെട്ടി അവിടെ ഇട്ട് ഹനുമാനെ പിടിച്ചു കെട്ടിയിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒത്തിരി താമസിച്ചു പോയി. ഒരു ദിവസത്തോളം താമസിച്ചു എന്നുള്ളതാണ്. അപ്പം പോയിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞല്ലേ പോയത്. ഏതായാലും അവിടെ ചെന്ന് താഴ്ന്നിരുന്നിട്ട് മുട്ടുകുത്തി ഇരുന്നിട്ട് ആഞ്ജനേയൻ ഹനുമാൻ പറഞ്ഞു, ഭഗവാനെ, അടിയനോട് ക്ഷമിക്കണം. അടിയൻ അപ്രതീക്ഷിതമായ ത്തിക്കാത്ത സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുകയാൽ അടിയൻ താമസിച്ചു പോയി. അതിന് അടിയനോട് മാപ്പാക്കിയാലും എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രീരാമൻ ഒരു കാര്യം പറഞ്ഞു, തലോടിക്കൊണ്ട് പറഞ്ഞു, ആഞ്ജനേയ, ഒന്നും നേരത്തെയുമല്ല, ഒന്നും താമസിച്ചുമല്ല. വിധാതാവ് നിശ്ചയിക്കുന്ന സമയങ്ങളിൽ മാത്രമേ അതാത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനെ താമസിപ്പിക്കാനും നേരത്തെയാക്കാനും ആരെക്കൊണ്ടും സാധ്യമല്ല. ഈ കഥ പറയുവാൻ തന്നെ കാരണം, ഇളങ്കാട് എന്ന ഒരു സ്ഥലമുണ്ട് മുണ്ടക്കയത്ത്, കോട്ടയത്തിനാണ്. അവിടെ ഞാനൊരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു പൂജ ഏറ്റിരുന്നു. ആ പൂജയ്ക്ക് എനിക്ക് സമയത്ത് ചെല്ലാൻ പറ്റിയില്ല. പകരം ഞാൻ മറ്റൊരാളെ പറഞ്ഞു വിട്ടു. അവിടെ എന്നെ അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഞാൻ തന്നെ ചെല്ലുമെന്നുള്ളത്. പക്ഷേ എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. പകരത്തിനൊരാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ അവരെനിക്ക് വസ്ത്രങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കുക, പ്രത്യേക സദ്യകളൊക്കെ ശരിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചെന്നില്ലാത്തത് കൊണ്ട് 3-4 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ എന്നോട് അതീവ കോപിഷ്ഠനായിട്ട് എന്നോട് സംസാരിച്ചു. വളരെ കോപിഷ്ഠനായിട്ട് എന്നോട് തല്ലാൻ വരുന്ന പോലെ വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റോഡിൽ നിന്നുകൊണ്ട്. അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ച് നിന്നിട്ട് കൈകൂപ്പി എൻ്റെ കാലിൽ തൊഴുതിട്ട് ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ക്ഷമ ചോദിക്കണ്ട, അങ്ങല്ല. കാലിൽ തൊഴുതപ്പം ഞാൻ തടഞ്ഞു. ഞാനാണ് അങ്ങ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനിയോ വസ്ത്രം അവിടെ ഇരിപ്പുണ്ടല്ലോ, വസ്ത്രം നാം മേടിച്ചോളാം. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വസ്ത്രവും ദക്ഷിണയും മേടിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ ചിലപ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് ഇന്നയാൾ എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ആയുസിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഒരു രഥത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. രഥത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ മരിക്കപ്പെടേണ്ടത്, മരണം പ്രാപിക്കേണ്ടത് സർപ്പദംശനം ഏറ്റാണെങ്കിൽ ആ സർപ്പവും അവിടെ ഉണ്ടായി കാണും എന്ന് പറഞ്ഞതുപോലെ ആ കർമ്മത്തിൻ്റെ ആരാണോ അത് ചെയ്യേണ്ടത്, ആ കർമ്മം അവരെ കൊണ്ട് തന്നെ നടത്തപ്പെടുകയുള്ളൂ
അത് മറ്റൊരാളെ കൊണ്ട് സാധ്യമല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒന്നും നേരത്തെ ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്കൊന്നും താമസിച്ച് ചെയ്യുവാനും സാധിക്കുകയില്ല. ഇനി അഥവാ നമ്മൾ നേരത്തെ ചെയ്തുവെന്ന് വിചാരിക്കുകയാണെങ്കിലും അതും പ്രപഞ്ചശക്തി വിധാതാവ് നിശ്ചയിച്ചതിന് പ്രകാരം തന്നെയാണ്. താമസിച്ച് ചെയ്തതല്ല, നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു ഇത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യം, നമുക്ക് വിധിച്ചതല്ല. APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ, വീണ്ടും ഒരു അവസരവും കൂടെ തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ലഭിക്കേണ്ട സമയത്ത് തന്നെ ലഭിക്കും. അതാണ് ഈ പണ്ട് ശിവനും പാർവതിയും പറഞ്ഞ് എപ്പോഴും പാർവതി ദേവി പറയും, ശിവനോട് പറയും, മഹാദേവനോട് പറയും, ഭഗവാനെ അങ്ങയെ എപ്പോഴും പ്രാർത്ഥിച്ചു നടക്കുന്ന ആ പാവം മനുഷ്യൻ, ആ കർഷകൻ, അദ്ദേഹത്തിന് കുറേ ധനം കൊടുത്തുകൂടെ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഈ പാർവതിദേവിയുടെ നിർബന്ധ സൈഡി അത് അവർക്ക്, ദേവി അത് അവർക്ക് വിധിച്ചിട്ടുള്ള സംഭവമല്ല. അദ്ദേഹം കൃഷിയെടുത്ത് തന്നെ ജീവിക്കണമെന്നാണ്. എങ്കിലും ഭഗവാനെ അവിടുന്ന് കുറച്ച് ധനം കൊടുത്തു നോക്കൂ. അങ്ങനെ കുറേ ധനം കൊടുത്തു, വഴിയിൽ കൊണ്ടുവന്ന് കുറേ ധനം വെച്ചു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേന് അദ്ദേഹത്തിന് തോന്നി, നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തെ പോലെ കണ്ണടച്ച് കിടന്നേക്കാം. കണ്ണടച്ച് കിടന്ന് അത് കടന്നങ്ങ് പോയി. പുറകെ വന്ന ഒരു വികലാംഗൻ അതെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞതുപോലെ, അത് ഇന്നാര് അനുഭവിക്കണമെന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട വിധി പോലെ, ഇന്ന സമയത്തിലാണ് ഇന്ന കാര്യം നടക്കേണ്ടത് എന്നത് മാത്രമേ വിചാരിക്കാവുള്ളൂ. അതിനെ നഷ്ടപ്പെട്ടതിനെയോ താമസിച്ചു പോയതിനെയോ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു.